എല്ലാവർക്കും നമസ്കാരം. റീസെൻ്റ്ലി ഞാൻ ബ്രെയിൻ റൂൾസ് എന്നുള്ള ഒരു പുസ്തകത്തിൻ്റെ ഓഡിയോ പുസ്തകം നമ്മളുടെ ആപ്ലിക്കേഷനിൽ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ഞാൻ പേഴ്സണലി ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതും അല്ല എങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു 10 പോയിൻറ്റ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വളരെ ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള 10 കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ലൈഫിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ വരുന്നതായിരിക്കും. സോ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത് ഗെറ്റ് 20 മിനിറ്റ്സ് ഓഫ് ഡയറക്റ്റ് സൺലൈറ്റ്. അതായത് നമുക്ക് നോർമലി ഒരു ദിവസത്തിൽ മൂഡ് സ്വിങ്സ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ നമുക്കുള്ള ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് തന്നെ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വളരെ എന്തായാലും തന്നെ പരീക്ഷിച്ച് നോക്കുക. ദിവസവും രാവിലെ 20 മിനിറ്റെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് ശരീരത്ത് കൊള്ളുന്നത് പോലെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ ന്യൂറോ സയൻസ് രീതിയിൽ ഇതിന് ഒരുപാട് ബെനിഫിറ്റ് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ പേഴ്സണലിയും അത്രമാത്രം ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്, എക്സസൈസ് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിൻ ഫങ്ഷൻ വളരെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ് ദിവസേന ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നതായിട്ടും അതുപോലെ നമുക്ക് പല കൊളാപ്സ്ഡ് ആക്കുന്ന പല തീരുമാനങ്ങളും വളരെ എഫക്റ്റീവായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നതായിട്ടും നമുക്ക് പേഴ്സണലി അത്രമാത്രം ഫീൽ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്, ഇത്രയും നാൾ നമ്മൾ എന്തെങ്കിലും വർക്ക് കഴിഞ്ഞാലോ അല്ല എങ്കിൽ സ്റ്റഡീസ് കഴിഞ്ഞാലോ റിലാക്സ് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുകയോ അല്ല എങ്കിൽ TV കാണുകയോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ മീനിങ്ലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. സോ ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നത് റിലാക്സ് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ചെയ്യുന്നത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, നമ്മൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നത് മൂലം TV കാണുന്നത് മൂലം ആർക്കും തന്നെ ഒരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളതാണ്. സോ ഇതിനേക്കാളും സംതിങ് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. നാലാമത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മളുടെ ബ്രെയിനിലെ ഗ്രേ മാറ്റർ എന്നുള്ള കാര്യത്തെ ബിൽഡ് ചെയ്യും. സോ ഇതിലൂടെ നമുക്ക് ജീവിതത്തിൽ വളരെ നല്ല തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയും അതുപോലെ നമ്മളുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ് കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഫിഫ്ത്ത് വൺ, ഒരു ദിവസത്തിലെ 7 to 8 മണിക്കൂർ നേരം ഉറങ്ങുന്നത് നമ്മൾ കൂടുതൽ അലേർട്ടാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുകയാണെങ്കിൽ അതും ഒരു ഇഷ്യൂ ആണ്. അതുപോലെ വളരെ കുറഞ്ഞ നേരമാണ് ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിലും ഇതും വളരെ വലിയ ഒരു ഇഷ്യൂ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഉറക്കത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, സിക്സ്ത് വൺ, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിൻ പുതിയ രീതിയിൽ റീവയർ ചെയ്യിക്കാനായിട്ട് കാരണമാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങളുടെ ഓവർ തിങ്കിങ് അല്ല എങ്കിൽ സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓവർ തിങ്കിങ്, പഴയ കാര്യങ്ങളിൽ നിന്ന് വിട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് ആരംഭിക്കുക. അത് ലാംഗ്വേജ് ആവാം, എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആവാം, പാട്ട്, ഡാൻസ്, അങ്ങനെ കാര്യങ്ങളാവാം. അല്ല, ഒരുപാട് സ്കിൽസ് ഉണ്ടാവുമല്ലോ. സോ ആ ഒരു സ്കിൽസ്, കോഡിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക. സെവൻത്ത് വൺ, ഡ്രിങ്ക് മോർ വാട്ടർ. ഒരു ദിവസത്തിൽ 2 ലിറ്റർ വെള്ളമാണ് കുടിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് 3 to 4 ലിറ്റർ വെള്ളം കുടിക്കുന്നത് നമ്മൾ കൂടുതൽ ഹെൽത്തി ആക്കി മാറ്റാനായി സഹായിക്കും. എട്ടാമത്, ഗോ ഔട്ട്സൈഡ്. എപ്പോഴും നമ്മൾ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു റൂമിനകത്ത് അല്ല എങ്കിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ബ്രെയിൻ ഫങ്ഷനെ തന്നെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നേച്ചറിൽ ഒരു ദിവസം 20 മിനിറ്റ്സ് എങ്കിലും സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, ആക്ട് ബിഗ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് കൂടുതലായിട്ടുള്ള ഒരു കാര്യം വേണമെന്ന് എയിം ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും.
9th വൺ റിഫ്ലക്റ്റ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ചെയ്ത കാര്യത്തിൽ ഇന്ന് നൈറ്റ് എന്താണ് നന്നായിട്ട് പോയത്, അതായത് ഞാൻ ഇന്ന് മോർണിംഗ് എന്ത് കാര്യമാണ് നല്ല രീതിയിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് കാര്യമാണ് ഞാൻ നന്നായി ചെയ്തത്, എന്ത് കാര്യമായിരുന്നു ഞാൻ ചെയ്യാൻ പാടില്ലാതിരുന്നത്, എന്ത് കാര്യമാണ് ഞാൻ ചെയ്തതിൽ നിന്ന് മോശമായി പോയത്, ഇനി നാളെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം. ഇത്തരത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തികളാണെങ്കിൽ നമ്മളുടെ തിങ്കിങ്ങിനെ ആണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് തുടർന്ന് ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വേയിൽ തന്നെ നമ്മളെ മെൻ്റലി മുന്നോട്ട് പോകാനായി സഹായിക്കും. സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ബ്രെയിൻ റൂൾസ് എന്ന ഈ കാര്യങ്ങളെയൊക്കെ വളരെ ഇലാബറേറ്റ് ചെയ്ത് ഇനി ഇത് മാത്രമല്ലാതെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വെറും 30% കാര്യങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം ബ്രെയിൻ റൂൾസ് എന്ന പുസ്തകം വായിക്കണം, അല്ല എങ്കിൽ ഇതിൻ്റെ ഓഡിയോ ബുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷനിൽ തന്നെ ഇതിൻ്റെ ഫുൾ ഓഡിയോ ബുക്ക് മലയാളത്തിൽ അവൈലബിൾ ആണ്. സോ നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്ത് നോക്കുക. വളരെയധികം എഫക്റ്റീവ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.